നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് വിനി ജൂനിയർ ആവശ്യപ്പെട്ട ആ അമൗണ്ടിൻ്റെ ഓൾമോസ്റ്റ് അതുപോലെയുള്ളൊരു ഓഫർ തന്നെ അങ്ങോട്ടേക്ക് വെച്ചിരിക്കുന്നു. കാര്യങ്ങളെല്ലാം ഹാപ്പിലി എൻഡാവുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇന്നലെ പുറത്തേക്ക് വന്നത്. സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല ദി അത്ലറ്റിക്, ആഴ്സണൽ താരത്തിനായിട്ട് രംഗത്തുണ്ട് എന്ന് ആദ്യം പുറത്തുവിട്ട ദി അത്ലറ്റിക് ഉണ്ടല്ലോ, ആ അത്ലറ്റിക് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റയൽ മാഡ്രിഡ് ഹാവ് മെയ്ഡ് ആൻ ഇംപ്രൂവ്ഡ് കോൺട്രാക്ട് ഓഫർ ടു വിനി ജൂനിയർ. അതായത് അദ്ദേഹത്തിന് നിലവിലുള്ള കോൺട്രാക്റ്റ് 2027 എക്സ്പയർ ആവാൻ പോവുകയാണ്. പക്ഷേ അത് കണ്ടുകൊണ്ട് ആഴ്സണൽ രംഗത്തേക്ക് വരുന്നു എന്ന് ജൂലൈ 25 റിപ്പോർട്ട് ചെയ്തത് അത്ലറ്റിക്കാണ്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ റയൽ മാഡ്രിഡ് അവരുടെ വിനി ജൂനിയറുടെ ക്യാമ്പുമായിട്ട് ഇന്നലെ സംസാരിക്കുകയുണ്ടായി. ജനറൽ ഡയറക്ടർ ഹോസെ ഏഞ്ചൽ സാഞ്ചസും അതുപോലെ തന്നെ ചീഫ് സ്കൗട്ട് ജുനി കലാഫറ്റും ഇന്നലെ സംസാരിക്കുകയുണ്ടായി വിനിയുടെ ക്യാമ്പുമായിട്ട്. വിനിയുടെ ഏജൻറ്റും വിനിയുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് വിനി ചോദിക്കുന്ന തുകയുടെ തൊട്ടരികിലെത്തിക്കാം. വമ്പൻ ഓഫറാണ്. വിനി 30 മില്യൺ അടുത്തെന്ന് പറഞ്ഞാൽ 28 മില്യൺ യൂറോയാണ് ചോദിച്ചതെന്നാണ് ബ്രസീൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റയൽ പറഞ്ഞ് 22 മില്യൺ യൂറോ മാക്സിമം എന്നാണ്. അത് പിന്നെ വർദ്ധിപ്പിച്ചു. എന്നുമാത്രമല്ല വിനിക്ക് ബോണസ് കൊടുക്കാമെന്ന് ഏറ്റു. സൈനിങ് ബോണസ്, അതുപോലെ തന്നെ പെർഫോമൻസ് ബേസ്ഡ് ബോണസ് എല്ലാം കൂടി ചേർത്ത് ഓൾമോസ്റ്റ് വിനിയുടെ ആവശ്യം അംഗീകരിക്കുന്ന റയൽ മാഡ്രിഡ്. ഇങ്ങനെയൊക്കെ റയൽ മാറുമോ? ആരാധകർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പലരുടെ കമൻ്റൊക്കെ കാണണം. അവനോട് പോകാൻ പറ, മുമ്പ് ക്രിസ്ത്യാനോയെ പറഞ്ഞയച്ചല്ലേ, റാമോസിനെ പറഞ്ഞയച്ചല്ലേ എന്നൊക്കെ. പക്ഷേ ക്രിസ്ത്യാനോ അല്ല വിനി, റാമോസ് അല്ല വിനി. അതെന്താ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാനുള്ള കാരണം ക്രിസ്ത്യാനോ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏജ്, റാമോസ് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏജ് കൃത്യമായിട്ട് ബ്രസീൽ മാധ്യമം ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നു. റയൽ മാഡ്രിഡ് ബിലീവ് വിനീഷ്യസ് ജൂനിയർ സിറ്റുവേഷൻ ഈസ് ഡിഫറൻറ്റ് ടു റൊണാൾഡോസ് ആൻഡ് റാമോസ് ബിക്കോസ് വിനീഷ്യസ് ജൂനിയർ ഈസ് സ്റ്റിൽ ഓൺലി 26 ഇയേഴ്സ് ഓൾഡ്. അതാ പ്രശ്നം, അതാ കാര്യം. 26 വയസ്സുള്ള വിനി ജൂനിയർ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ പീക്കിലാണ് ഇപ്പോൾ. ഇനിയും പീക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. അതായത് ഇത് ഇനിയും ഫ്ലറിഷ് ചെയ്യാൻ സാധ്യതയുള്ള ഏജാണ്. അതേസമയം ക്രിസ്ത്യാനോ പോകുമ്പോൾ എത്രയാണ് പ്രായം ഉണ്ടായിരുന്നതെന്ന് കൂടി നമ്മൾ നോക്കണം. ക്രിസ്ത്യാനോ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 33 വയസ്സാണ്. 2018 ജൂലൈയിലാണ് അദ്ദേഹം യുവൻറ്റസിലേക്ക് പോകുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം 33. അതായത് പീക്കൊക്കെ കഴിഞ്ഞു. പിന്നെ സെർജിയോ റാമോസ് ക്ലബ്ബ് വിട്ട് PSG പോയല്ലോ. 2021 ഫ്രീ ഏജൻ്റായിട്ടാണ് പോയത്, കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാതെ. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രായം 35 വയസ്സാണ്. അപ്പോൾ പിന്നെ ചോദിക്കുന്നതിനപ്പുറത്തേക്ക് കൂട്ടിക്കൊടുക്കാൻ എന്തായാലും റയൽ മാഡ്രിഡ് തയ്യാറായില്ല. വിനിയോട് ഡിഫറൻ്റ് ആയിട്ടുള്ള സമീപനം എടുക്കുന്നത് ഈ കാരണം കൊണ്ടാണെന്ന് മാത്രമല്ല, റയൽ മാഡ്രിഡ് മനസ്സിലാക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. വിനി ജൂനിയർ ഇപ്പോൾ കൈവിട്ടാൽ അതേ കാലിബറുള്ളൊരു കളിക്കാരനെ എത്തിക്കണമെങ്കിൽ വിനിക്ക് ഈ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന പണത്തേക്കാൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് വലിയ അബദ്ധമായിരിക്കും, വിഡ്ഢിത്തമായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കുക. പിന്നെ ആഴ്സണലിനെ പോലെയുള്ള ടീമുകൾ വിനിയെ കുത്തിക്കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല താരമൂല്യമുണ്ട് വിനിക്ക് എന്നുള്ളത് കൂടി തിരിച്ചറിയപ്പെടുകയാണ്. വിനി റയലിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റയലിനറിയാം. അതെല്ലാം പരിഗണിച്ച്, അദ്ദേഹത്തിൻ്റെ ഏജും പരിഗണിച്ച്, അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് സംഭാവനകൾ നൽകാൻ കഴിയുമെന്നതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഓഫറിലേക്ക് റയൽ മാഡ്രിഡ് പോയിരിക്കുന്നത് എന്ന് സ്പാനിഷ് മാധ്യമങ്ങളും ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയും നിരീക്ഷിച്ച് പറയുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. 5 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റാണ് വിനിക്ക് കൊടുക്കാൻ പോകുന്നത്. 2031 വരെ, അതായത് അദ്ദേഹത്തിൻ്റെ 31 വയസ്സ് വരെ കോൺട്രാക്റ്റ് കൊടുക്കാനാണിപ്പോൾ റയൽ തീരുമാനിച്ചിരിക്കുന്നത്. യെസ്, അതാണ് വിനിയുടെ കാര്യവും ക്രിസ്ത്യാനോയും റാമോസും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് സാഹചര്യവും തമ്മിലുള്ള വ്യത്യാസം. അവർക്ക് ലഭിക്കാത്ത ആനുകൂല്യം എങ്ങനെ വിനിക്ക് ലഭിച്ചു എന്ന സംശയം തോന്നുന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ കാര്യമെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വരാം.